ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ള നമ്മുടെ ബാംഗ്ലൂരുള്ള നമ്മുടെ റൂമിലാണ് ഉള്ളത്. ഞാൻ ഇന്ന് പോകാനായിട്ട് പോകുന്നത് നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ് എന്ന് പറയുന്ന ഒരു പാലസ് ഉണ്ട്. ബാംഗ്ലൂരാണുള്ളത്. അപ്പം അവിടത്തേക്കാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ റൂമിലാണുള്ളത്. നമ്മുടെ സുധാ ലോഡ്ജ് എന്ന് പറയുന്ന ഒരു റൂമിലാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാനായിട്ട് പോകുന്നത് ബാംഗ്ലൂരുള്ള നമ്മുടെ സമ്മർ പാലസിലാണ്. പോകുന്ന വഴിക്ക് ഓരോരോ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം, നിങ്ങൾക്ക് കാണാം. അപ്പോൾ റൂമിൽ നിന്ന് നമ്മൾ നേരെ പോകാനായിട്ട് പോകുന്നത് ടിപ്പു സുൽത്താൻ്റെ പാലസിലേക്കാണ്. അപ്പോൾ ബസ്സാണ്, എങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് നോക്കി പോവാം. അങ്ങനെ നമ്മൾ ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ് തേടി നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റോഡിൻ്റെ സൈഡിൽ കൂടെ പോവുകയാണ്. അപ്പോൾ നമ്മൾ നമ്മളുടെ ടിപ്പു സുൽത്താൻ്റെ മൈസൂർ പാലസിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തെ വ്യൂ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറാനായിട്ട് പോവുകയാണ്, നമ്മൾ ടിപ്പു സുൽത്താൻ്റെ പാലസ്. അങ്ങനെ നമ്മൾ ടിപ്പു സുൽത്താൻ്റെ പാലസിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അകത്തെ വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കയറി പാലസിൻ്റെ അകത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്തെ വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ടിപ്പു സുൽത്താൻ്റെ പാലസിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. പാലസ് എന്ന് പറയുന്നത് സമ്മർ പാലസാണ്. ഭയങ്കര വലിയ രീതിയിലുള്ള സെറ്റപ്പ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മുടെ സമ്മർ പാലസ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വന്ന് വേറൊരു സ്ഥലം, നമ്മുടെ അകത്ത് കയറിയിട്ട് നമ്മൾ കുറച്ചുണ്ട്. ഇവിടെ നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ നമ്മൾ വേറൊരു സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വ്യൂസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വ്യൂസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി ഇവിടെയൊക്കെ ഇരുട്ട് കാര്യങ്ങളാണ്, പക്ഷേ പണ്ടത്തെ ആ ഒരു പാലസിൻ്റെ സ്ട്രക്ചർ നമുക്ക് കാണാം. ഓക്കെ, അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ. പിന്നെ നമ്മൾ ഒരു ഡോർ, ഒരു എൻട്രൻസ് പോലൊരു സ്ഥലം, അത് തുറന്നില്ല, നമ്മളതുവഴി അകത്തോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. നേരെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന അവിടുത്തെ ഫ്രണ്ടിലെ വ്യൂ, അതായത് പുറത്തുള്ള റോഡിൻ്റെയും ആ ഒരു വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ആളുകൾ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഒരു ഫ്രണ്ട് സൈഡിലെ വ്യൂ ആണ്. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഫ്രണ്ട് സൈഡിലുള്ള വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന വേറൊരു സൈഡിലെ ഒരു വ്യൂ ആണ്. അപ്പം അതിമനോഹരമായിട്ടുള്ള ആ ഒരു സൈഡിലെ വ്യൂവും നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഭയങ്കര മീൻസ് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന മറ്റേ മൈസൂർ പാലസിൻ്റെ ഒരു പരിപാടിയൊന്നുമില്ല കേട്ടോ, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പക്ഷേ എങ്കിലും കൊള്ളാം. നമ്മൾ അപ്പോൾ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, നമ്മൾ പുറത്തൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. അവിടുത്തെ വിഷ്വലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സൈഡിൽ പണി കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെയും മീൻസ് ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും പറയുന്നു, ഇത് നമ്മുടെ മൈസൂർ പാലസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയൊന്നുമില്ല. എങ്കിലും ഈ പാലസ് അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ കൊള്ളാവുന്നൊരു പാലസാണ് കേട്ടോ. മീൻസ് ഇദ്ദേഹം സമ്മർ പാലസ് അല്ലേ, ഒഴിവേളകളൊക്കെ എന്തായാലും നമുക്ക് വന്നതായിരിക്കാം. ഇത് നമുക്ക് പാലസിൻ്റെ വേറൊരു സൈഡിലുണ്ട്. ഇവിടെ കണ്ടോ, ഫുൾ ആളുകൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മിക്കവാറും നമ്മൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോണൊക്കെ നനയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പോവാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ടിപ്പു സുൽത്താൻ്റെ പാലസിൻ്റെ വേറൊരു സൈഡിലെ വിഷ്വൽസാണ്. അപ്പോൾ നമ്മൾ ടിപ്പു സുൽത്താൻ്റെ പാലസിൻ്റെ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത്. പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ചെറിയൊരു പാലസാണ്, മീൻസ് സമ്മർ പാലസ് ആണല്ലോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.